സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന ഒത്തിരി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തീർച്ചയായിട്ടും കല്യാണത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അക്വയർ ചെയ്തിരിക്കണം. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ചാടി കയറി പോയി കല്യാണം കഴിക്കരുത്. എന്നാൽ സോഷ്യൽ മീഡിയ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. നമ്മൾ കാണുന്ന ഒത്തിരി വലിയ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ റിലേഷൻഷിപ്പുകൾ ഫെയിലിയറിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ ഭയങ്കര ക്വാളിഫൈഡ് ആയിരിക്കും, ഭയങ്കര ഐക്യമുള്ള ആൾക്കാരായിരിക്കും. സത്യത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ പാർട്ട്ണറിനുണ്ടോ നിങ്ങൾക്കുണ്ടോ, ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു വിവാഹം കഴിക്കുക എന്നുള്ള ഡിസിഷനിലേക്ക് പോകാവുള്ളൂ. ഈവൻ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഉള്ള ആളെ സെലക്ട് ചെയ്യുക. അതിലാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് മൊത്തം നിലനിൽക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യത്തിലാണ്. എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അതുപോലെ നിങ്ങളെ ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കണമെന്നിരിക്കട്ടെ, ആ വ്യക്തി എതിർത്ത് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ, ആ വ്യക്തി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങൾ മറുപടി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതല്ലാതെ ചാടിക്കയറി നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ഞാനും ഒക്കെ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ല. സോ ഈ ഒരു സംഗതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സൈക്കോളജിസ്റ്റുകളോ അത് കാണുകയോ അതുപോലെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടായി വരും. ബേസിക്കലി ക്ഷമ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസിനേക്കാളും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനേക്കാളും ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം.